എല്ലാ കൂട്ടുകാർക്കും മാഗ്നമെൻ്റർ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മാത്സ് എക്സ്പ്രസ് ഫോർ റെയിൽവേസ് എന്ന് പറയുന്ന നമ്മളുടെ സീരീസ് ഫൗണ്ടേഷൻ ബാച്ചും അതേപോലെ പ്രാക്ടീസ് ക്ലാസ്സും പ്രീവിയസ് ഇയർ പ്രാക്ടീസ് ബാച്ചുമുള്ള നമ്മുടെ മാത്സ് എക്സ്പ്രസ് ഫോർ റെയിൽവേസ് എന്നുള്ള സീരീസിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ഫൗണ്ടേഷൻ ആണ്, കംപ്ലീറ്റ് ഫൗണ്ടേഷൻ ബാച്ച് ഫോർ റെയിൽവേ എക്സാംസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ ഒന്നാമത്തെ ക്ലാസ്. അതിൽ റേഷ്യോ പ്രൊപ്പോർഷൻ വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് എല്ലാ റെയിൽവേ എക്സാംസിനും വേണ്ടിയുള്ള മാത്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്വാളിറ്റി കണ്ടിട്ട് നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾ ജസ്റ്റ് പഠിച്ചു പോവുക മാത്രം മതി. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് തുടങ്ങാം. മിനിമം ഒരാഴ്ചയിൽ 2 ക്ലാസ് വെച്ച് ഞാൻ തന്നിരിക്കും. അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആവാം. നമ്മൾ നിങ്ങളുടെ റെയിൽവേ എക്സാംസ് വരുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഉദ്ദേശം. അപ്പോൾ പഠിച്ചു തുടങ്ങുക, ഇപ്പം തന്നെ തുടങ്ങുക. ഒരിക്കലും ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടാൽ ഒരിക്കലും അത് പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ഇപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിരിച്ചുള്ള സപ്പോർട്ട് അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ എത്രത്തോളം തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് ചെയ്യും, അത്രത്തോളം നല്ല ക്വാളിറ്റിയിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്ന് ഒരാൾ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് അത് അപ്ലൈ ചെയ്യാം. ഉയർന്ന മാർക്ക് വാങ്ങി. നിങ്ങൾക്ക് മാത്സ് ശരിയായാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ റീസണിങ്ങും നിങ്ങളുടെ സെറ്റ് ആയിക്കോളും. ഇപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ബാച്ചിലെ റേഷ്യോ പ്രൊപ്പോർഷൻ, റെയിൽവേസിൻ്റെ ഫൗണ്ടേഷൻ ബാച്ചിലെ റേഷ്യോ പ്രൊപ്പോർഷൻ തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ A-level ബാച്ചും അർജുന ബാച്ചും അതേപോലെ തന്നെ ഒരു പ്രശ്നമില്ലാതെ തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ടൈം ഞാനൊരു ഷെഡ്യൂളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ മാക്സിമം ടൈമിൽ നിങ്ങൾക്ക് എനിക്ക് പറ്റുന്ന അത്രയും സമയം നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരും. ഓക്കെ, അപ്പോൾ നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചാനൽ എല്ലാവർക്കുമായിട്ട് കേരളത്തിൽ റെയിൽവേ, SSC എന്നീ ബാങ്ക് എക്സാമുകളിൽ പഠിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയാണ്. കേരളത്തിലുള്ള നമുക്ക് ജോലി കിട്ടുന്നില്ല, കേരളത്തിലുള്ളവർ ബാക്കി നോർത്ത് ഇന്ത്യൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് മാത്സും എല്ലാം പാടാണ്, അവർക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം പേര് ഈ ഒരു ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയൊക്കെ എല്ലാവർക്കുമായിട്ട് നിങ്ങൾ അറിയാവുന്നവർ, ഒരു വട്ടം കണ്ട് മനസ്സിലാക്കിയവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ചാനലിലെ ബാക്കി വീഡിയോസ് എല്ലാം നിങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് കാണുക. ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് അതിലെ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുന്ന വഴിയെല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ബാച്ചിലേക്ക് കിടക്കാം, നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ പെയ്ഡ് ക്ലാസ്സുകളിൽ പോലും ഇല്ലാത്ത അത്രയും നല്ല ക്ലാസ്, നിങ്ങൾ ഇതിൻ്റെ കുറച്ച് ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾ എവിടെയെങ്കിലും പെയ്ഡ് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും നമ്മുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വേറൊരു ക്ലാസ്സും കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ കാര്യം പറയാം. ബേസിക് മുതൽ റെയിൽവേ ടാർഗറ്റിലുള്ള ബാച്ചാണ്. അപ്പോൾ ഇത് റെയിൽവേക്കാർക്ക് എഴുതാം, അതേപോലെ GD അങ്ങനത്തുള്ള എക്സാം. CGL CHS ഞാൻ പറയുന്നില്ല, അതിനകത്ത് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ എന്താണ്, അത് പഠിക്കുന്നവരും CGL CHS പഠിക്കുന്നവർക്കും എന്ത് ചെയ്യാം, ഇത് കണ്ട് മനസ്സിലാക്കാം. കാര്യം ഈ ലെവലിലും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ പാറ്റേൺ മാറിയോ, TCS മാറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ വേണമെങ്കിൽ പഠിക്കുക, ബാക്കിയുള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്. കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് TCS അല്ല, ആര് വന്നാലും ആ ഒരു കൺസെപ്റ്റിൽ നിന്ന്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. നിങ്ങൾക്കിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കാൻ തരുന്നു, നിങ്ങൾക്കിപ്പം ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക്ക് പഠിക്കാൻ തന്നു, സിന്ധു നദീതട സംസ്കാരം. ഓക്കെ, അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നു. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ ലൂസൻറ്റ് വായിച്ചു, മനോഹർ പാണ്ഡെയുടെ ഒരു ബുക്കുണ്ട് GKയുടെ. അപ്പോൾ നിങ്ങൾ ആ 2 ബുക്കും വായിച്ചു, എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 50% 60% സെയിം തന്നെ വരും. ബാക്കി ഒരു 20% ജസ്റ്റ് ലാംഗ്വേജ് വ്യത്യാസമായിരിക്കും, പക്ഷേ കാര്യങ്ങൾ എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അതിൽ ഇവരും എടുക്കാത്ത ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെയും ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ കൊടുത്തു, അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്തുള്ളൂ, അവർ ചെയ്യുന്ന ലാംഗ്വേജിൽ വ്യത്യാസം കാണും, പക്ഷേ സംഭവം തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അതേപോലെയാണ് മാത്സിൻ്റെ കാര്യം. എന്തായിരിക്കും, അവിടെ കൺസെപ്റ്റ് സെയിം തന്നെ ആയിരിക്കും, പിന്നെ ആ ലാംഗ്വേജിൽ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ലാംഗ്വേജ് വ്യത്യാസമുള്ളത് എങ്ങനെയാണ്, നമുക്ക് എന്ത് മതി, നമുക്ക് മാത്സിൻ്റെ ലാംഗ്വേജ് എന്താ, മാത്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ്. അപ്പോൾ എവിടെ എന്ത് വായിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ അത് പേന എടുക്കുക ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എൻ്റെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്പേഴ്സിനെ പരിചയപ്പെടാൻ വേണ്ടി ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ആ കഴിഞ്ഞ അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ ഞാനൊരു 3 ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനൽ ചെയ്ത 3 ക്ലാസ്. അത് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്യുക. അത് ഞാൻ എല്ലാ ദിവസവും നിങ്ങളടുത്ത് പറയും. അത് മുടങ്ങുന്നവർ പിന്നെ ഒരിക്കലും ഫുൾ മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരരുത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫൗണ്ടേഷൻ ബാച്ച് എൻ്റെ ഇവിടുത്തുള്ള റെയിൽവേ എക്സ്പ്രസ് ബാച്ച് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോളോ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആ പറഞ്ഞ 3 വീഡിയോ കണ്ടിരിക്കണം. അതിലെ ഡെയിലി എക്സസൈസ്, മാത്സിൻ്റെ എക്സസൈസ് ഡെയിലി ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സ്പീഡായിട്ട് തോന്നുന്നതിൻ്റെ അർത്ഥം എന്താണ്, അത് എഫക്റ്റീവ് ആയതുകൊണ്ടാണ്.
അല്ലാതെ അത് ഞാൻ അങ്ങ് ഓടിച്ച് പോകുന്നോണ്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യുക, ക്ഷമയോടെ കേട്ട് അത് പഠിക്കാൻ നോക്കുക, പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇത് ടാർഗറ്റ് ബാച്ചാണ്. ഇപ്പോൾ നമ്പേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാറ്റേൺ മാറിക്കോട്ടെ എന്തോ മാറിക്കോട്ടെ, പാറ്റേൺ എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാറുന്നതല്ല, ജസ്റ്റ് എന്ത് ചെയ്യും, അവിടെ റേഡിയസ് ചോദിക്കുന്നിടത്ത് ഇവിടെ എന്ത് ചെയ്യും, ഡയമീറ്റർ ചോദിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ച് ചോദിക്കും, അതേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട. അങ്ങനെ പേടിച്ചിരിക്കുന്നവരുടെ എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പാറ്റേൺ മാറിയോ TCS അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങളിപ്പം പ്രീവിയസ് പഠിക്കാതെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നു, അരിഹന്തിൻ്റെയൊക്കെ ബുക്കിലോട്ട് പോകുന്നു. അപ്പോൾ അവിടെയൊക്കെ ക്വസ്റ്റ്യൻ ഇടുന്ന ആരാണ്, അവരും ഇതേപോലെ ഒരു ടോപ്പിക്ക് വായിച്ചിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുവാണ്. പക്ഷേ നമ്മൾ ആ TCSൽ നടത്തിയിരുന്ന എക്സാം അല്ലെങ്കിൽ അതിന് മുമ്പ് നടത്തിയിരുന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇവരേക്കായും ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാരേക്കായും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ നിലവാരം എന്ന് പറഞ്ഞാൽ അതെന്ത് തന്നെ ആയിരിക്കും, അത് അവിടെ തന്നെ അതിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും എന്ന് പറയുന്ന രീതിയിൽ അതെന്തായിരിക്കും, അത് പഠിച്ചാൽ അത് കുറേ കാര്യങ്ങൾ കവർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനെ കളഞ്ഞുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ കളഞ്ഞുകൊണ്ട് വേറെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ച് നിങ്ങൾക്ക് സെറ്റ് ആവുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് വെറുതെ ഉള്ള കാര്യമാണ്. പ്രീവിയസും പഠിക്കുക, കൺസെപ്റ്റും പഠിക്കുക. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കൺസെപ്റ്റിന് കുറച്ചുകൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. പ്രീവിയസ് ഇയർ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരുന്നോ അതിൽ തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുക. നിങ്ങൾ പഠിക്കുന്ന പ്രീവിയസും എന്ത് തന്നെയാണ്, കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുക. ആരെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ സ്ട്രാറ്റജി വീഡിയോ, നമ്മുടെ 1.5 മണിക്കൂറിൻ്റെ സ്ട്രാറ്റജി വീഡിയോ 10,000-17,000 പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരാരെങ്കിലും പിന്നെ പ്രീവിയസ് ചോദിക്കത്തില്ല, ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിനാക്കിൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞുള്ളവരാണെങ്കിൽ അവരെടുത്ത് അവരുടെ ഇഷ്ടമാണ്. അപ്പം ഞാനത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് പറയാനുള്ള കാര്യം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ടാർഗറ്റ് ബാച്ച് ഒരു 4-5 മാസം, 5 to 6 മാസം കൊണ്ട് എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ് ആക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം, അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് മാക്സിമം ക്ലാസ് നിങ്ങൾക്ക് തരാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഏതാണ്, ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 1. ഓക്കെ, റേഷ്യോ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് വെച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എല്ലാ ക്ലാസ്സിലും തുടങ്ങുന്നത്. അപ്പോൾ ഓർഡറിൽ തന്നെ തരാൻ പറ്റുമോ, ആരോ ചോദിച്ചു ഏകലവ്യ ബാച്ചിൽ തരാത്ത ക്ലാസ്സിൽ തരാമെന്ന്. അല്ല, അങ്ങനെ തരാൻ പറ്റില്ല. കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നവർ കാണും. ഇത് ഈ ഒരു റെയിൽവേ ബാച്ച് വന്നിട്ട് റെയിൽവേക്ക് പഠിക്കുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് PSC കഴിഞ്ഞ് വന്ന ആൾക്കാർ കാണും. അപ്പോൾ പിന്നെ അല്ലാതെ SSC പഠിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു എക്സ്പ്രസ് ബാച്ച് തുടങ്ങുകയാണ്. ഇപ്പോൾ റേഷ്യോ പ്രൊപ്പോർഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കിട്ടാത്ത ചാപ്റ്റർ തരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യും, അത് കറക്റ്റായിട്ട് എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് തന്നിരിക്കും. മെയിനായിട്ടും പ്രീവിയസ് വന്നിട്ടുള്ള അല്ലെങ്കിൽ റെയിൽവേക്ക് വേണ്ടി ചോദിക്കുന്ന തരത്തിലുള്ള എന്ത് ചെയ്യും, കൺസെപ്റ്റുകളും ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അത് നിങ്ങൾക്ക് ഒരു 2-3 ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് റേഷ്യോ പ്രൊപ്പോർഷനിലേക്ക് പോവാം. അപ്പോൾ ഇനി എന്താണ് ഈ സംഭവം എന്നൊക്കെ മനസ്സിലാക്കണ്ടേ. ഇതൊരു നമ്മുടെ എന്താണ് ബേസിക് ബാച്ചാണ്, എന്നാൽ ഏകലവ്യ പോലെ അത്ര ലെങ്തി അല്ല, നമ്മുടെ റെയിൽവേ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ബാച്ചാണ്. ഓക്കെ, അപ്പോൾ ബാച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ക്ലാസ്സിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാവരോടും എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് അത്രമാത്രം റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങി ഈ 6 മാസം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാ ചാപ്റ്ററും എന്ത് ചെയ്യണം, കാണണം. ഇത് കാണുന്ന എല്ലാവരുടെ പറയുകയാണ്. ഫസ്റ്റ് ക്ലാസ് മാത്രം കണ്ടിട്ട് നിർത്തി പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കാണുമ്പോൾ എൻ്റെ ആ ഒരു ഇതുമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സിങ്ക് ആവാൻ പറ്റത്തില്ല. മനുഷ്യരുടെ കാര്യമാണ്, ആദ്യമായിട്ട് കാണുവാണ്. ചിലപ്പം ഡിഫറൻറ്റ് മെത്തേഡ് ആയിരിക്കും. അത് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള, നിങ്ങൾ ആരുടെ അടുത്തൊന്നും പഠിക്കാത്ത രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കൺസെപ്റ്റുകളും അർജുന ബാച്ചൊക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് കണ്ടു, മനസ്സിലായില്ല, കുറേ പേർക്ക് മനസ്സിലാവും, നന്നായിട്ട് ഇഷ്ടപ്പെടും. കുറച്ച് പേർക്ക് എന്താവത്തില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, കുറച്ച് സ്പീഡായി തോന്നും. അപ്പോൾ 2ാമത്തെ ക്ലാസ് ഒന്ന് കാണും, 3ാമത്തെ ക്ലാസ് ഒന്ന് കാണും, 4ാമത്തെ ക്ലാസ് ഒന്ന് കാണും, ഈ ഒരു 5ാമത്തെ ക്ലാസ് വരുന്ന കാണും. ഈ ഒരു 5 ക്ലാസ് നിങ്ങളൊന്ന് കണ്ടിട്ട്, ഇപ്പോൾ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ 4-5 ക്ലാസ് ഉണ്ടെന്ന് വെച്ചോ, 4 ക്ലാസ് ഉണ്ടെന്ന് വെച്ചോ, ഈ 4 ക്ലാസ് ഒന്ന് കാണും, ക്ഷമയോടെ കാണും. ആർക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ കണ്ടുപോകും. ഇഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, സ്പീഡാണ് പറ്റുന്നില്ല എന്ന് പറയുന്നവർ എങ്ങനെയെങ്കിലും നിങ്ങൾ സ്പീഡ് കുറച്ച്, എങ്ങനെയെങ്കിലും നമ്മുടെ യൂട്യൂബിലെ പ്ലേ സ്പീഡ് കുറച്ച് എങ്ങനെയെങ്കിലും ഈ 4 ക്ലാസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാവരും എൻ്റെ വ്യൂ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഫസ്റ്റ് ക്ലാസ് ഒരുപാട് പേര് കാണും, 2ാമത്തെ ക്ലാസ് തൊട്ട് വ്യൂ കുറഞ്ഞു വരും. അത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് സംഭവം എന്ന്. ഇതെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു ചാപ്റ്റർ ഒന്ന് കാണാം. എന്നിട്ട് അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസോ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട CGLൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനല്ല പറയുന്നത്, അത് നമ്മുടെ അർജുന ബാച്ച് കാണണം. അപ്പോൾ റെയിൽവേയുടെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറയുന്നതിന് കാരണം എന്താ, അത് റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടല്ല, അതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യാം, അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഓതൻറ്റിക് സോഴ്സിൽ നിന്ന്, അരിഹന്തിൻ്റെ ബുക്കൊന്നും ഞാൻ പറയുന്നില്ല, ഓതൻറ്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ലേറ്റസ്റ്റ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചതിൻ്റെ ഗുണം എന്താണ് നമ്മൾ പഠിച്ചത്, എങ്ങനെ അത് അപ്ലൈ ചെയ്യാം, നിങ്ങൾ എത്രത്തോളം സ്പീഡിൽ ചെയ്യുന്നുണ്ടെന്ന്. അത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം, ആ ക്വസ്റ്റ്യൻസ് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം. എന്തെങ്കിലും വലിയ ലെവലുള്ള ഒരു 90% ചെയ്യാൻ പറ്റും, 10% ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഡൗട്ടായിട്ട് നമ്മുടെ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്, magna-mentor-malayalam SSC RRB bank@gmail.com. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് സെൻഡ് ചെയ്യാം.
എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് ഗുണമാണോ അതോ നിങ്ങൾക്ക് യൂസ് ഇല്ലെന്ന്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് റേഷ്യോ പ്രൊപ്പോർഷൻ തുടങ്ങാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത്. അപ്പോൾ റേഷ്യോ എന്താണെന്ന് നോക്കാം. റേഷ്യോ നമ്മൾ അനുപാതം എന്നാണ് പറയുന്നത്. അനുപാതം, അംശബന്ധം, അനുപാതം എന്ന് പറയത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തിനാണ് ഈ റേഷ്യോ ഉപയോഗിക്കുന്നത്? റേഷ്യോ ഉപയോഗിക്കുന്നത് കമ്പാരിസൺ നടത്താൻ. കമ്പാരിസൺ നടത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ റേഷ്യോ ഉപയോഗിക്കുന്നത്. ആരുടെ കമ്പാരിസൺ നടത്താൻ? സെയിം യൂണിറ്റ്സിൻ്റെ കമ്പാരിസൺ നടത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റേഷ്യോ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനൊന്ന് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ വെയിറ്റ് 80 കിലോയാണ്. എൻ്റെ വെയിറ്റ് 80 കിലോ ആണ്. എൻ്റെ അനിയൻ്റെ വെയിറ്റ് 60 കിലോയാണെന്ന് വെച്ചോ. അപ്പോൾ അവർ തമ്മിലുള്ള എൻ്റെ അനിയൻ്റെയും വെയിറ്റുകൾ തമ്മിലുള്ള കമ്പാരിസന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ടേം ഉപയോഗിക്കുന്നത്. അതായത് എങ്ങനെ ഇവിടെ കമ്പയർ ചെയ്യുന്നത്, എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ വെയിറ്റ് 80 ആണെങ്കിൽ അനിയൻ്റെ വെയിറ്റ് എന്താണ് 60 അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യാം, ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഏകലവ്യ ബാച്ചിനകത്തുള്ള LCM SCF ഒന്ന് കാണണം. അതൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ. അപ്പോൾ ഇവിടെ 60ഉം 80ലും ഏറ്റവും വലിയ ഫാക്ടർ ഏതാ? 20 അപ്പോൾ 20 കൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഇവിടുന്ന് 20 വെച്ച് ഞാൻ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യുകയാണ്. എനിക്ക് വേണമെങ്കിൽ 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. കോമൺ ആയിട്ടുള്ള എന്ത് വെച്ച് ക്യാൻസൽ ചെയ്യാം, ഈ 0 വെട്ടിക്കളയാം. 20 വെച്ച് ക്യാൻസൽ ചെയ്യാം, എന്ത് ചെയ്യാം. 20 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും. 3 ഗുണം 20 ആണ് 60. 80ന് 20 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 4 ഗുണം 20 ആണ് 80. അപ്പോൾ ഇതൊക്കെ സ്പീഡ് ചെയ്യണമെങ്കിലാണ് ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് അല്ലെങ്കിൽ മാത്സിൻ്റെ ഫാസ്റ്റ് കാൽക്കുലേഷൻ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പിൻ ചെയ്ത് വെച്ചത്. അത് ഡെയിലി എല്ലാവരും ചെയ്യണം. അതെല്ലാവരും ചെയ്തേ പറ്റും, മസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഒരുപാട് സ്പീഡായിട്ട് തോന്നും. എൻ്റെ കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത്ര സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത്. അത്ര സ്പീഡിൽ, അത്രമാത്രം നിങ്ങൾ ചിന്തിക്കാത്ത സ്പീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റും കാൽക്കുലേഷൻ. അതെന്തുകൊണ്ടാണ്? ആ ഒരു ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ചിന്തിക്കാത്ത അത്രയും സ്പീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെ ഇപ്പം ഈ ഒരു ക്ലാസ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, അവസാനം ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രാക്ടീസ് ക്ലാസ്സിലുണ്ടല്ലോ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ക്ലാസ്, അതിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ പേന എടുക്കാതെയും ഭയങ്കര സ്പീഡിലും എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ ബേസിക്കായിട്ട് പഠിക്കണം. അപ്പോൾ ആ ബേസിക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. വേണ്ടി നമ്മൾ ആദ്യമേ വീടിൻ്റെ 2ാം നിലയിലാണ് കിട്ടുന്നത്. ഏറ്റവും ബേസ്മെൻ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ബേസ്മെൻ്റ് ആണ് നമ്മുടെ ആ ഒരു ഡെയിലി എക്സസൈസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ നിങ്ങളത് ചെയ്യണം. അത് കറക്റ്റായിട്ട് എന്നെ ഫോളോ ചെയ്ത് പോയാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ 4:3 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഇതിനാണ് നമ്മൾ ഈ ഒരു സിമ്പിളിനാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് എൻ്റെ വെയിറ്റ് 4 യൂണിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ 4 ആണെങ്കിൽ എൻ്റെ അനിയൻ്റെ വെയിറ്റ് എത്രയാണ്? 3 എൻ്റെ വെയിറ്റ് എപ്പം 4 ആവുന്നോ അപ്പം 3 എൻ്റെ വെയിറ്റ് ഇനി 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എൻ്റെ വെയിറ്റ് 8 എൻ്റെ വെയിറ്റ് 8 ആവുമ്പോൾ അവൻ്റെ വെയിറ്റ് എത്ര ആവും? അവൻ്റെ വെയിറ്റ് 6 ഇനി ഇതിനെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എൻ്റെ വെയിറ്റ് 12 ആവുമ്പോൾ അനിയൻ്റെ വെയിറ്റ് എത്ര ആവും? 3 × 3 9 അപ്പോൾ അങ്ങനെ ഈ 4നെ ഇനി 20 കൊണ്ട് ഗുണിച്ച് നോക്ക്. നമ്മൾ 20 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. അപ്പോൾ 4നെ 20 കൊണ്ട് ഗുണിക്കുമ്പോൾ 80 വരും. 3നെ 20 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താണോ ഇവിടെ ഗുണിച്ചത് അത് തന്നെ എന്ത് ചെയ്യണം, ഇവിടെയും ഗുണിക്കണം. കാര്യം അത് വെച്ച് വെട്ടിക്കളഞ്ഞാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ 3ൻ്റെ വില എന്ത് വരും? 60 വരും. അതായത് എനിക്ക് 80 കിലോ ആകുമ്പോൾ അവൻ 60 കിലോ ആവും. എനിക്ക് 8 കിലോ ആകുമ്പോൾ അവൻ 6 കിലോ ആവും. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണ്? ഏറ്റവും സിമ്പിൾ. ഇനി വെട്ടാൻ പറ്റത്തില്ല. ഈ 4ലും 3ലും ഇവിടെ 8, 6 നോക്ക്. 8ലും 6ലും കോമൺ ആയിട്ട് എന്തുണ്ട്? 2 വെട്ടിക്കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4, 3 കിട്ടും. 12ലും 9ലും കോമൺ ആയിട്ട് എന്തുണ്ട്? 3 3 വെച്ച് കിട്ടുമ്പോൾ 3 കളയുമ്പോൾ ഇവിടെ 4 വരും. 3 കളയുമ്പോൾ ഇവിടെ 3 × 3 9, ബാക്കി 3 വരും. അപ്പോൾ ഈ 4:3 എന്തെന്ന് പറയുന്നത് ഏറ്റവും ഈ 80, 60 എന്ന് പറയുന്ന വാല്യൂസിനെ വെട്ടി ഏറ്റവും ചെറുതാക്കാൻ പറ്റുന്ന വാല്യൂ ആണ് ഏതെന്ന് പറയുന്നത് 4:3. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത്. അതായത് കമ്പാരിസൺ ആണ്. എൻ്റെ അനിയൻ്റെ വെയിറ്റ് 3 യൂണിറ്റ് ആണെങ്കിൽ എൻ്റെ വെയിറ്റ് 4 യൂണിറ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്നൊക്കെ ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് സെയിം യൂണിറ്റ്, എന്തുകൊണ്ടാണ് ഈ സെയിം യൂണിറ്റ് എന്ന് പറഞ്ഞത്? ഇപ്പോൾ ഇവിടെ എൻ്റെ വെയിറ്റും അനിയൻ്റെ വെയിറ്റും രണ്ടും എന്ത് തന്നെയാണ്? കിലോഗ്രാമിലാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ എൻ്റെ വെയിറ്റ് 80, എൻ്റെ വെയിറ്റ് 80 നല്ലത് 80 കിലോ ആണ്. അനിയൻ്റെ ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കമ്പാരിസൺ നടത്താൻ പറ്റുമോ? ഇല്ല. എൻ്റെ വെയിറ്റും എൻ്റെ അനിയൻ്റെ ഹൈറ്റും ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടെ കമ്പാരിസൻ്റെ ഒരു സ്കോപ്പ് ഇല്ല. അതിൻ്റെ അർത്ഥം ഇവിടെ റേഷ്യോയുടെ ഒരു സ്കോപ്പ് ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സെയിം യൂണിറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റിലത്തുള്ളൊരു റേഷ്യോയെ പറ്റി ഞാൻ നിങ്ങൾക്ക് ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം. ഇപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോയും പറയാം. ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ സ്പീഡിൻ്റെ കേസ് വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ വെയിറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ റേഷ്യോ ഉപയോഗിക്കേണ്ടി വരുന്നത്? ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡും 2 കേസാണ്. അപ്പോൾ നോക്ക്, എൻ്റെ കയ്യിൽ 1 രൂപയുണ്ട്, നിങ്ങളുടെ കയ്യിൽ രണ്ടാമത്തെ ആളുടെ കയ്യിൽ 2 രൂപയുണ്ട്. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1:2 എന്ന് വരും. 1:2 എന്ന് വരും. ഓക്കെ, ഇനി ഇത് നോക്കേ. ഇനി പറയാണ് ഒരാളുടെ കയ്യിൽ 6, 6, 6, 6, 6, 6, 6,
2 3 4 5 6 7 ഇത്രയും രൂപയുണ്ട്. മറ്റേയാളുടെ കയ്യിൽ 3 3 3 3 3 3 3 ഓക്കെ 7 അല്ലേ. അപ്പോൾ പറയണം ഒരാളുടെ കയ്യിൽ 66,66,666 രൂപ, മറ്റേയാളുടെ കയ്യിൽ 33,33,333 രൂപയുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നതാണോ? അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം? ഇതിനകത്ത് കോമൺ ആയിട്ട് എന്തുണ്ട്? കോമൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, 33,33,333 ഇരട്ടിയാണ് ഈ 66,66,666. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ രണ്ടിലും എന്തുണ്ട്? 33,33,333 ഉണ്ട്. ഇത് ഒരു വട്ടം പോവും, ബാക്കി എന്ത് വരും? ഇവിടെ 2 വട്ടം, 2 ഇൻറ്റു ഇതുണ്ട്, ഇവിടെ 1 ഇൻറ്റു ഇതാണ്. രണ്ടും ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2:1 കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നോക്ക്, ഇപ്പം ഇവർ തമ്മിലുള്ള റേഷ്യോ നമുക്ക് എന്ത് കിട്ടും? ഒരാളുടെ കയ്യിൽ 1 യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഉണ്ട്, ആദ്യത്തെ ആളുടെ കയ്യിൽ അതിൻ്റെ ഇരട്ടി ഉണ്ട്. അവർ തമ്മിലുള്ള റിലേഷൻ പറയുന്നു. അപ്പോൾ ഇതാണ് റേഷ്യോയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. റേഷ്യോ വെച്ച് പറഞ്ഞാൽ ഇതാണ് എന്തെന്ന് പറയുന്നത്? റേഷ്യോയുടെ ഒരു ഗുണം. അല്ലെങ്കിൽ നമ്മളിവിടെ 66 ലക്ഷത്തി ഒരാളുടെ അത്ര ഉണ്ടെങ്കിൽ മറ്റേ 33 ലക്ഷത്തി അങ്ങനെ പറയേണ്ടി വരും. ഒരു റിലേഷൻ, അവർ തമ്മിലുള്ള ഒരു സിമ്പിളസ്റ്റ് ആയിട്ടുള്ള റിലേഷൻ, ഇതിനാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ വെട്ടിക്കളയുന്ന സാധനം ഉണ്ടല്ലോ, 33,33,33,000 അത് അതിനെ നമ്മൾ അതിലെ 1 യൂണിറ്റ്, നമ്മൾ ആ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അതാണ് 1 യൂണിറ്റ്. ഇവിടെ 2 യൂണിറ്റാണ്, ഇവിടെ 1 യൂണിറ്റാണ്. അപ്പോൾ അതിലെ ആ യൂണിറ്റ് നമ്മൾ എക്സ് വൈ എന്നൊക്കെ പറയും, 2x 1x എന്നൊക്കെ പറയും. അതിലെ ആ എക്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് വെട്ടിക്കളയുന്ന സാധനം, കോമൺ ആയിട്ടുള്ള സാധനം. അതിന് നമ്മളിവിടെ യൂണിറ്റ് എന്ന് പറയും. 1 യൂണിറ്റ് നമ്മൾ പറയുന്നത് അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ പറയുകയാണ് ഒരാളുടെ കയ്യിൽ 46, 82, 64 ഇത്രയും രൂപയുണ്ട്, മറ്റേ ആളുടെ 23, 41, 32. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്ത് പറയാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതിൻ്റെ ഇരട്ടിയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അയാളുടെ 2 ഉണ്ടെങ്കിൽ ഇവൻ്റെ എന്താണ്? 1 ആണുള്ളത്. ഇതാണ് റേഷ്യോയുടെ എന്തെന്ന് പറയുന്നത്, ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്. ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി നോക്കാം. ഞാൻ പറയുകയാണ് 2:3 എന്ത് ചെയ്യുന്നത്? ഒരാളുടെ ഇരിക്കുന്ന പൈസ ഉള്ളത്. അപ്പോൾ ഇതിനകത്തെ, അതായത് ആദ്യത്തെ ആളുടെ 2 യൂണിറ്റ് 2 രൂപ ഉണ്ടെങ്കിൽ മറ്റേ ആളുടെ 3 രൂപ ഉണ്ട്, അല്ലെങ്കിൽ 2 യൂണിറ്റ് ഉണ്ടെങ്കിൽ 3 യൂണിറ്റ് ഉണ്ട്. ഒരാളുടെ 3 ആണുള്ളെങ്കിൽ മറ്റേ ആളുടെ എത്ര ഉള്ളത്? 2 ആണുള്ളത്. അപ്പോൾ ഇവിടെ റേഷ്യോ എത്ര വരുന്നത്? 2:3 റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? ഈ റേഷ്യോ ഞാൻ 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിനെ റേഷ്യോ 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് ചെയ്യണം? രണ്ടിടത്തും, റേഷ്യോയിൽ രണ്ടിടത്തും എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു എന്താണോ ചെയ്യുന്നത് അതേ ഓപ്പറേഷൻ തന്നെ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കി, ഇത് എന്തായി? 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് 4 ആയി, ഇത് 6 ആയി. പക്ഷേ ഇവിടെ നിന്ന് നോക്ക്, നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടിടത്തും കോമൺ ആയിട്ട് എന്തുണ്ട്? 2 ഉണ്ട്. 2 വെച്ച് കിട്ടുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇവിടെ ഫൈനൽ റേഷ്യോ തന്നെയാണ് 2:3 തന്നെയാണ്, കോമൺ ആയിട്ട് വെട്ടിക്കളഞ്ഞു. ഇനി ഇതിനെ 3 കൊണ്ട് ഗുണിക്കുക, ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 6:9 എന്ന് കിട്ടും, 6:9 എന്ന് കിട്ടും. പക്ഷേ കോമൺ ആയിട്ട് ആരുണ്ട്? ഇവിടെ 3 ഉണ്ട്. 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ കാര്യം 3 ഉണ്ട്. 3 ഇവിടെ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് കിട്ടുന്നത്, 3നെ മാറ്റുമ്പോൾ എന്ത് കിട്ടും? ഇതും എന്ത് തന്നെ കിട്ടും? 2:3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവിഷൻ, ഡിവൈഡ്, മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യത്തില്ല? റേഷ്യോ നോ ചേഞ്ച് ആണ്. റേഷ്യോയിൽ നോ ചേഞ്ച്. എന്താണ്? മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റേഷ്യോയിൽ എന്താണ്? നോ ചേഞ്ച് ആണ്. ഇവിടെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ത് വരത്തുള്ളൂ? ഫൈനൽ റേഷ്യോ എടുക്കുമ്പോൾ കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? 2:3. എല്ലാം സെയിം തന്നെ. ഫൈനൽ റേഷ്യോ എന്തായിരിക്കും? റേഷ്യോ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? ഇനിയിപ്പോൾ നിങ്ങൾ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഫൈനലായിട്ടുള്ള 50 എന്ത് ചെയ്യും? നമ്മൾ കോമൺ ആയിട്ടുള്ള വെട്ടിക്കളഞ്ഞ് ബാക്കി എന്ത് കിട്ടത്തുള്ളൂ? ഫൈനൽ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? ആ ഒരു 2:3 തന്നെ ആയിരിക്കും. ഇവിടെ ഡിവിഷൻ്റെ കാണിച്ചാൽ ഇത് മൾട്ടിപ്ലിക്കേഷനാണ്. 2:3 ആരും 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 3 കൊണ്ട് ഗുണിച്ചു. എന്നാലും ഫൈനലായിട്ടുള്ള ആ ഒരു സിംപ്ലസ്റ്റ് റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ നോക്ക്, 2:3 കിടക്കുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഏറ്റവും ബേസാണ്. നിങ്ങളൊന്ന് പറയണം, നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ റേഷ്യോ പ്രൊപ്പോർഷൻ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ. അപ്പോൾ 2:3 കിടക്കുന്നത്. ഞാനിത് ഡിവിഷൻ ചെയ്യുക. അപ്പോൾ 2നെ എന്ത് ചെയ്തു? ഇവിടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 7 കൊണ്ട്. അപ്പോൾ സെയിം വാല്യൂ കൊണ്ട് ചെയ്യണം കേട്ടോ. ഇവിടെ റേഷ്യോയിൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ ഓപ്പറേഷൻ തന്നെ ഇവിടെ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ മാറും. സെയിം ഓപ്പറേഷൻ ആയിരിക്കണം ചെയ്യണം കേട്ടോ. അപ്പോൾ 2/7 3/7 എന്ന് പറയുന്നത് എന്താണ്? കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയോ, 1/7 ആണ് കോമൺ. ഫൈനൽ റേഷ്യോ തന്നെ 2:3 തന്നെ വരും. ഇനിയിപ്പോൾ 2/3 ആയിരുന്നു, ഇവിടെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോമൺ ആയിട്ടുള്ള വെട്ടിക്കളഞ്ഞു. ഫൈനൽ റേഷ്യോ എന്താണ്? 2:3 എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ. നമ്മളൊരു റേഷ്യോയെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും എന്താവത്തില്ല? അവരുടെ ആ റേഷ്യോ എന്താവത്തില്ല? ഫൈനൽ റേഷ്യോ എന്താവത്തില്ല? ചേഞ്ച് ആവത്തില്ല. അപ്പോൾ നമ്മൾ റേഷ്യോ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ടൈപ്പ് 1ലേക്ക് പോവാം. ഇതാണ് ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്പ് 1. ഇപ്പോൾ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ കമ്പൈനിങ്. ഓക്കെ, അപ്പോൾ ഞാൻ ബേസ് മുതലാണ് പഠിപ്പിക്കുന്നത്. കുറേ പേർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, കുറച്ച് പേർക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ മുന്നോട്ട് പോകുന്നതോടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ്സ് നിങ്ങൾക്ക്
ഇതായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നോക്ക് A:B നമുക്ക് തന്നിട്ടുണ്ട് 2:3. നമുക്ക് A:B:C. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് കിട്ടത്തില്ല, A:B:C കിട്ടത്തില്ല. കാര്യം സിയും കൂടെയുള്ള ഒരു റിലേഷൻ നമുക്ക് എന്ത് വേണം, നമുക്ക് ഒരിക്കലും A:B:C 3:3:4 2:3:4 എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്തുകൊണ്ടാ, നമുക്ക് സിയുടെ ഒരു റിലേഷൻ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. കാണിച്ചു തരാം. നമുക്ക് A:B തന്നിട്ടുണ്ട്, നമുക്ക് 2:3 തന്നിട്ടുണ്ട്. ഇനി B:C തന്നിട്ടുണ്ട് 4:5 തന്നിട്ടുണ്ട്. നമുക്ക് ചോദിക്കുന്നത് കോമ്പിനേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, A:B:C നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഇതിന് 2-3 വഴികളുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ വഴികളും പറഞ്ഞുതരാം. എന്നിട്ട് പേന എടുക്കാതെ ചെയ്യുന്ന വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം A:B അതുപോലെ B:C. അപ്പോൾ A:B എന്താ തന്നിട്ടുള്ളത്, എയും ബിയും. A 2 യൂണിറ്റ് ആണെങ്കിൽ B എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, റേഷ്യോ ആണ്. കോമൺ ആയിട്ടുള്ളതെല്ലാം വെട്ടിക്കളഞ്ഞേക്കുവാണ്. ചിലപ്പോൾ ഇത് 12ഉം ഇത് 18ഉം ആവാം. ഇതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ ഇതിനെ 6 കൊണ്ട് ഗുണിക്കണമെന്നേ ഉള്ളൂ. ഒറിജിനൽ വാല്യൂ ആ ഒരു യൂണിറ്റിനെ നമ്മൾ വെട്ടിക്കളഞ്ഞ ആ ഒരു വാല്യൂവിനെ അനുസരിച്ചിരിക്കും നമ്മുടെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ ആയിട്ടുള്ള എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി വരുന്ന സംഭവം. ഈ 2:3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, 2/3 എന്നും പറയാം. 4:5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, 4/5 എന്നും പറയാം. അപ്പോൾ ഇവിടെ A:B തന്നിട്ടുണ്ട്, B:C തന്നിട്ടുണ്ട് 4:5. അപ്പോൾ ഇവിടെ എന്താ ഒരു പ്രശ്നം, ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു എയും ബിയും ഉണ്ട്. A 2 യൂണിറ്റ് ആണെങ്കിൽ B 3 യൂണിറ്റ് ആണ്. ഇവിടെ ബിയും സിയും ഉണ്ട്. പക്ഷെ ഇവിടെ ബി എന്തായി, B 4 യൂണിറ്റ് ആകുമ്പോൾ സി എത്രയായി, 5 യൂണിറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നു B 3 യൂണിറ്റ് ആണെന്ന്, ഇവിടെ പറയുന്നു B 4 യൂണിറ്റ് ആണ്. അതെന്ത് വന്നു, പ്രശ്നം വന്നു. ഇവിടെ ബി നമുക്ക് ഒന്നേ ഉള്ളൂ. ആ ഒരു സാധനത്തെ തന്നെ 2 ആയിട്ട് പറയുന്നു. നമ്മൾ എന്ത് ചെയ്യണം, 2നെയും 1 ആക്കണം. അപ്പോൾ 3നെയും 4നെയും 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ LCM അല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കണം, ഈ സൈഡിൽ നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം, ഈ സൈഡിൽ എന്തുകൊണ്ട് ഗുണിക്കണം, 3 കൊണ്ട് ഗുണിക്കണം. എങ്കിലേ എന്താവത്തുള്ളൂ. ഈ 4നെ ഇവിടെ 3ഉം 4 ഈക്വലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇതിൻ്റെ LCM 12 ആണ്. അല്ലെങ്കിൽ ഒന്ന് ഇതിനെ അങ്ങോട്ട് ഗുണിക്കുക, അപ്പോൾ 4 കൊണ്ട് 3നെ ഗുണിക്കുമ്പോൾ 12 ആയി, 3 കൊണ്ട് 4നെ ഗുണിക്കുമ്പോൾ 12 ആയി. പക്ഷേ റേഷ്യോയിൽ ഞാൻ എന്താ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്, എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻ ഒരു റേഷ്യോയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ 2 സാധനത്തിലും 2 ഉണ്ടെങ്കിൽ 2ലും എന്ത് ചെയ്യണം, നമ്മൾ അതേ ഓപ്പറേഷൻ ചെയ്യണം. ഇവിടെ 4 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ A:B:C നമുക്ക് കിട്ടും. ഇവിടെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും, 8 എന്ന് കിട്ടും. B എന്ന് പറഞ്ഞാൽ എന്താ, 4 × 3 12. ഇവിടെ എന്ത് തന്നെ ആയി, 4 × 3 12 ആയി. അപ്പോൾ 12 ഒരു വട്ടം എഴുതിയാൽ മതി. ഇവിടെ 5 × 3 15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, A:B:C എന്ന് പറഞ്ഞാൽ 8 × 12 × 8:12:15 എന്ന് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് 3ൻ്റെയും 4ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന മൾട്ടിപ്പിൾ. അതെല്ലാം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഏകലവ്യ ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള ബാച്ചാണ്. റെയിൽവേക്കും SSCക്കും എല്ലാത്തിനും 0 to ഹൈ ലെവൽ ബാച്ചാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം കേട്ടോ. ക്ലാസ്സുകൾ ഇട്ടിട്ടുള്ളതെല്ലാം കാണണം. LCM എന്ന് പറഞ്ഞാൽ നമുക്ക് 12 കിട്ടും. അപ്പോൾ എന്ത് ചെയ്താൽ ഇതിനെ 2 12 ആക്കിയാൽ മതി. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി നമ്മൾ ഇതൊക്കെ ഭയങ്കര സ്പീഡ് ചെയ്യും. അതിന് ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ആണ് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച സമയം തരുന്നത്. ഡെയിലി എക്സസൈസ് ചെയ്ത് ഒരാഴ്ച ഒന്ന് കഴിയുമ്പോഴത്തേക്കും ഒരിക്കലും 30 മിനിറ്റ് കൂടുതൽ നിങ്ങൾ എക്സസൈസ് ചെയ്യരുത്. ആ മാത്സിൻ്റെ എക്സസൈസ് ഒരിക്കലും നിങ്ങൾ 30 മിനിറ്റ് അരമണിക്കൂർ കൂടുതൽ ചെയ്യരുത്. കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. 30 മിനിറ്റ് നിങ്ങളിപ്പോൾ ഇന്ന് ചെയ്തു, നാളെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് നിങ്ങളുടെ കൂടും. അങ്ങനെ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 30 മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിലോട്ടാണ് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കാം. അപ്പോൾ നമുക്ക് A:B:C ആണുള്ളത്. അപ്പോൾ സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ A:B തന്നിട്ടുണ്ട് 2 3, B:C തന്നിട്ടുണ്ട് 4 5. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഈ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതായത് 3 ആണെങ്കിൽ തൊട്ടിപ്പുറത്തുള്ള നമുക്ക് ഇങ്ങോട്ടാണ് വേണ്ടുന്നത്. നമുക്ക് ആ ഒരു ബ്ലാങ്കിൽ എന്ത് ചെയ്യാം, ഈ 3നെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഇതൊരു മെത്തേഡാണ്, ടേബിൾ മെത്തേഡ് എന്ന് പറയും. ഇതൊന്നും നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്ന മെത്തേഡ് ഞാൻ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള എല്ലാ മെത്തേഡും ഞാൻ ഒന്ന് പറഞ്ഞു തരുവാണ്. ഇപ്പോൾ 4നെ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിനെ പ്രോഡക്റ്റ് എടുത്താൽ മതി. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ A എന്ന് പറഞ്ഞാൽ 2 × 4 8, B എന്ന് പറഞ്ഞാൽ 4 × 3 12. കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയും ചെയ്യാം. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ടൊന്നുമില്ല. C എന്ന് പറഞ്ഞാൽ തരും 5 × 3, ഇങ്ങോട്ട് ഗുണിക്കുക, അതുപോലെ ഇങ്ങോട്ട് ഗുണിക്കുക. ഓക്കെ, 5 × 3 15 എന്നിട്ട് അവിടെ എന്ത് കിട്ടി, A:B:C 8:5:12. ഇനിയാണ് നമ്മുടെ പരിപാടി വരുന്നത്. അപ്പം നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയും എല്ലായിടത്തും പഠിക്കുന്നതായിരിക്കും. ഇവിടെ പറയുന്നു A:B 2:3 എന്ന് തന്നിട്ടുണ്ട്, B:C 4:5 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്താ വേണ്ടുന്നത്, A:B:C ആണ് വേണ്ടത്. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്ഷൻ വഴി ചെക്ക് ചെയ്യുക. ഓപ്ഷൻ ചെക്കിങ് വഴി എങ്ങനെ ചെയ്യുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ ഞാൻ തരാം. ഓപ്ഷൻ ഇങ്ങനെ ആയിരിക്കും എന്ന് വെച്ചോ. ഓപ്ഷൻ A 8:15:12, ഓപ്ഷൻ B 8 നമ്മൾ റിയൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഇത് ചെയ്യും 15,
ഓപ്ഷൻ സി 15:12:8, ഓപ്ഷൻ ഡി 12:8:15. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്ക്, എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻ ആണ്. എ 2 ആണെങ്കിൽ ബി എത്രയാണ്? 3 ആണ്. അതായത് 2ന്റെ 1.5 മടങ്ങാണ്. 2 × 3/2 ആണ്. ഓക്കെ, 1.5 നിങ്ങൾ ആ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. 2നെ 3/2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യും? 2 വെട്ടിയിട്ട് നമുക്ക് 3 വരും. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ഒരു വട്ടം കണ്ടാൽ മനസ്സിലാവും, ആദ്യം കണ്ടാൽ പാടായിട്ട് തോന്നും. അപ്പോൾ A/B എന്താണെന്നുള്ളത് 2:3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷനകത്ത് നോക്കണം. നിങ്ങൾ സിയെ പറ്റി ബോധമാവേ വേണ്ട. സി എന്തായാലും A/B റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? 2:3. A 2 യൂണിറ്റ് ആണെങ്കിൽ ബി എന്തായിരിക്കുന്നേ പറ്റൂ? 3 യൂണിറ്റ് ആയെങ്കിലേ പറ്റൂ. ഇവിടെ നോക്ക്, 8:15 പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 2:3 ആണോ റേഷ്യോ? അല്ല, 2:3 അല്ല. കാര്യം 8നെയും 15 നമുക്ക് വേറെ കോമൺ ആയിട്ട് ഒന്നുമില്ല, വെട്ടിക്കളയാൻ പറ്റത്തില്ല. 2:3 ഒരിക്കലും വരത്തില്ല. അടുത്ത ഓപ്ഷൻ ബി നോക്ക്. ഓപ്ഷൻ ബിയിൽ 4 വെച്ച് കിട്ടുമ്പോൾ എത്ര വരും? 4 വെച്ച് കിട്ടുമ്പോൾ നമുക്ക് പറയാം 2:3 തന്നെയാണ് കിടക്കുന്നത്. നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. 15-12 ഒരിക്കലും അല്ല. കാര്യം ബി ആണ് വലുത്. ഇവിടെ നോക്ക്, ബി ഇവിടെ ചെറുതാണ്. 12 യൂണിറ്റ് ആണെങ്കിൽ A 15 യൂണിറ്റ്. ബി ആണ് വലുത്. ഇവിടെ എന്തല്ല, ബി അല്ല വലുത്. 12:8 എന്ന് പറഞ്ഞാൽ 3 വെച്ച് കിട്ടുമ്പോൾ 4 വെച്ച് കിട്ടുമ്പോൾ 3:2. നമുക്ക് 2:3 വരണ്ട. അപ്പോൾ ഇതുമല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി എന്ത് ചെയ്യാം? കണ്ണു അടച്ച് നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് B/C ചെക്ക് ചെയ്യാം. B 4 ആണെങ്കിൽ C 5 വരണം. ഇത് 4 ആണെങ്കിൽ ഇത് 5 അല്ല. ഇത് 4 ആണെങ്കിൽ ഇത് 5 ആണ്. കാര്യം 3 വെച്ച് കിട്ടുമ്പോൾ 4:5 തന്നെ വരുന്നത്. ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ എയും സിയും നോക്കാം. പക്ഷേ A 2 ആണെങ്കിൽ C 5 എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? കാര്യം ബി അവിടെ ഇടയ്ക്ക് വില്ലനായിട്ട് കിടപ്പുണ്ട്. ബിയെ നമ്മൾ എന്ത് ചെയ്യണം? സെയിം ആക്കിയെങ്കിലേ എയും സിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഓപ്ഷൻ ചെക്കിങ് വളരെ എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ചെക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് വരും, ശ്രദ്ധിച്ചിരുന്നവരുടെ മനസ്സിലൊരു ഡൗട്ട് വരും. അങ്ങനെ ഇരിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പോയി കാണുക. ഡൗട്ട് വരുന്നവരെന്ത് ചെയ്യുക? കാണുക. നോക്ക്, A/B തന്നിട്ടുണ്ട് 2:3, B/C തന്നിട്ടുണ്ട് 4:5. നമുക്ക് വേണ്ടത് A/B/C ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 8:12:15. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നു 6:9:15 തന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ സ്റ്റെപ്പ് നോക്കി, A/B 2:3 ആണ്. ഇവിടെ എന്താണ്? 2:3 ആണ്. 4 വെച്ച് കിട്ടുമ്പോൾ 2:3 ആണ്. ഇവിടെ എന്ത് തന്നെയാണ്? സെയിം 2:3 ആണ്. അപ്പോൾ നമ്മുടെ ശ്രമം പരാജയപ്പെട്ടോ? ഇല്ല. എന്ത് ചെയ്യണം? അടുത്ത B/C നോക്കണം. B/C 4:5. അപ്പോൾ 4:5 ആണ് കിടക്കുന്നത്. അതെ, 4:5 ആണ്. 3 വെച്ച് കിട്ടുമ്പോൾ 4:5 ആണ് കിട്ടുന്നത്. ഇത് നമുക്ക് 4:5 ആണോ? അല്ല, ഒരിക്കലും അല്ല. 3 വെച്ച് കിട്ടുമ്പോൾ നമുക്ക് 3:5 വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ എന്ത് ചെയ്യാം? നമുക്ക് മാർക്ക് ചെയ്യാം. ഒരിക്കലും എല്ലാം കൂടെ ഒരുമിച്ച് വരില്ല. ഓക്കെ. അപ്പോൾ B/C എന്ന് പറഞ്ഞാൽ 4:5 നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ച് പ്രീവിയസ് വന്നിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായി. എന്താണ് റേഷ്യോ എന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ A/B തന്നിട്ടുണ്ട്, B/C തന്നിട്ടുണ്ട്, C/D തന്നിട്ടുണ്ട്. ഫൈൻഡ് A/B/C/D. അപ്പോൾ ഇതിനൊരു വലിയ മെത്തേഡുണ്ട്, ചെറിയ മെത്തേഡുണ്ട്. എനിക്ക് എന്ത് ചെയ്യാം? നോക്കി പറയാം. 3:4 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഒറ്റ ഓപ്ഷനുള്ളൂ. ഓപ്ഷൻ എ എന്ത് ചെയ്യാം? കഴിഞ്ഞു. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. പ്രീവിയസ് നിങ്ങൾക്ക് ഇനിയും വരും. നോക്കി എന്ത് ചെയ്തു. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് വലിയ മെത്തേഡ് എന്താണ്? ഞാൻ ചെയ്യുന്ന മെത്തേഡല്ല, ഡീറ്റെയിൽഡ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ടേംസ് ഉപയോഗിക്കും. ഡീറ്റെയിൽഡ് മെത്തേഡ് പറഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും ഡീറ്റെയിൽ മെത്തേഡ് ഏതാ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമുള്ള മെത്തേഡ് ഇതായിരിക്കും. ABCD ഡെയിലി എക്സസൈസ് ഒന്നും ചെയ്യാത്ത, മാത്സിൻ്റെ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർക്ക് സുഖം ഇതായിരിക്കും. കാൽക്കുലേഷൻ സ്പീഡില്ലാത്തവർക്ക് സുഖം ഇതായിരിക്കും. എന്തായിരിക്കും? 3, 4 എഴുതി. അപ്പോൾ ഇതാകുമ്പോൾ എഴുതിയാൽ മതി. വേറെ പണിയൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് എന്ത് ചെയ്യും? മനസ്സിലും തോന്നും. പക്ഷെ എന്തില്ല, ഇത് കാര്യമില്ല. ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. C/D എന്ന് പറഞ്ഞാൽ C 15 ആണെങ്കിൽ D എത്രയാണ്? 17. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ലെഫ്റ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലത്തോട്ട് എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു പയ്യന്മാരെന്ത് ചെയ്യും? ഇങ്ങോട്ടാക്കും. 4നെ ഇങ്ങോട്ട് മാറ്റി, 4നെ ഇങ്ങോട്ട് മാറ്റി, 10നെ ഇങ്ങോട്ട് മാറ്റി, ലെഫ്റ്റിൽ ബ്ലാങ്ക് ആയിട്ടുള്ളതിനെ ഇങ്ങോട്ട് മാറ്റി. 15 ആണെങ്കിൽ ഇവിടെ 15, ഇവിടെയും 15. ഇനി എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ നേരത്തെ പിടിച്ചങ്ങ് മൾട്ടിപ്ലൈ മെത്തേഡ്. കോമൺ ആയിട്ടുള്ള വെട്ടിക്കളയാൻ നോക്കാം. ഞാൻ ചുമ്മാ എഴുതുവാണ്. ഇത് വലിയ മെത്തേഡ്, ലോങ് മെത്തേഡാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ എഴുതി ആൻസർ ചെയ്തത് എത്ര സെക്കൻഡാണ്? 5 സെക്കൻഡ്. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയം നോക്ക്. അത് കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ പറ്റും. 24 × 15 360 അറിയാത്തവർക്ക് സമയം എടുക്കും. 24 × 15 360. 32 × 15 എന്ന് പറയുമ്പോൾ 320, അതിൻ്റെ പകുതി 480 വരും. ഓക്കെ, അടുത്തത് 40 × 15 എന്ന് പറയുമ്പോൾ 600 വരും. ഓക്കെ, ഇനി 170 × 4 എന്ന് പറയുമ്പോൾ 680 വരും. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36. 12 വെച്ച് കിട്ടുമ്പോൾ 4 വെച്ച് കിട്ടുമ്പോൾ 9:12:15:17 എന്ന് വരും. ഇതന്നെ നമുക്ക് 9:12:15:17. ഇനി എല്ലാം എഴുതി കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഫസ്റ്റ് ബേസിക് ക്ലാസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ബേസിക് മെത്തേഡ് പറഞ്ഞിരുന്നത്.
ഇത്രയും എഴുതി കഴിഞ്ഞിട്ടേ നിങ്ങൾ ആൻസർ ചെയ്യൂ എന്നുള്ള വാശിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താവും, അവിടെ സമയം തികയത്തില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു ജോലിയിലിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കട്ട് ഓഫിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കയറാൻ പറ്റത്തില്ല. കാര്യം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പോവാണ്, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അവരിങ്ങ് പോവാണ്. അപ്പം നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചുകൊണ്ടിരുന്ന എന്ത് പറ്റത്തില്ല, നമ്മുടെ പരിപാടിയിൽ നടക്കത്തില്ല. ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യില്ല, ഇത് ലോങ് മെത്തേഡാണ്. ഞാൻ വീണ്ടും പറയണം. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ പെൻ ഫ്രീ സൊല്യൂഷൻ നിങ്ങളെ പുതിയൊരു ടൈം, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കാണുവാണെങ്കിൽ, റെയിൽവേ ക്ലാസ്, മറ്റേ ക്ലാസ്സൊക്കെ വേറെ എന്തോ SSC CGL വേണ്ടി മാത്രമുള്ളതാണെന്ന് വിശ്വസിച്ച് ഇരിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും. അപ്പം അങ്ങനെയൊന്നും അല്ല, എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനൊരു പുതിയ ടൈം പരിചയപ്പെടുത്തുകയാണ്, പെൻ ഫ്രീ മെത്തേഡ്. പെൻ ഫ്രീ ആയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ജസ്റ്റ് എന്ത് ചെയ്ത് ഈ ഓപ്ഷൻ വഴി, ഞാൻ പറഞ്ഞില്ലേ എയും ബിയും തമ്മിലുള്ള റേഷ്യോ 3:4, അങ്ങനെ 3:4 വരുന്നത്, A 3 ആണെങ്കിൽ B 4 വരുന്ന ഓപ്ഷൻ ഏതുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. 3 വെച്ച് കിട്ടുമ്പോൾ 3:4 വരുന്നത്, ഇതൊരിക്കലും 3:4 അല്ല, ഇതും 9:17. വേറെ ഒരു കോമൺ ആയിട്ട് വെട്ടിക്കളയാനൊന്നുമില്ല. ഈ 3:4 ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളവിടെ വലിയ കാര്യം നോക്കണം, രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്ത് ചെയ്താൽ മതി, വെട്ടിക്കളയുമ്പോൾ ഫൈനൽ ആ ഒരു റേഷ്യോ, സിംപ്ലസ്റ്റ് റേഷ്യോ അത് വരുന്നുണ്ടോ നോക്കിയാൽ മതി. 9 15, 3 വെച്ച് കിട്ടുമ്പോൾ എത്ര, 3:5. ഇതുമല്ല, ഇനിയിപ്പോൾ ഇത് 9 12 ഉണ്ടെന്ന് വെച്ചോ, ഇത് 12 വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതാ C/D കിടപ്പുണ്ട്, 15 17 വരുന്ന ഓപ്ഷൻ ചെയ്തേ ഉള്ളൂ, ഇതേ ഉള്ളൂ, ഓപ്ഷൻ A മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പെൻ ഫ്രീ ആയിട്ട് തന്നെ സൊല്യൂഷൻ ചെയ്യുക. നിങ്ങൾക്ക് റെയിൽവേയുടെ ഞാൻ ഒരു കാര്യം പറയാം, റെയിൽവേയിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യം കയറി നിങ്ങൾ എന്ത് ചെയ്യരുത്, പെൻ ഫ്രീ ആയിട്ട് ചെയ്യരുത്. ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വഴിയായിരിക്കണം നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത്. ഡീറ്റെയിൽ വഴി പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അതല്ല. ഡീറ്റെയിൽ വഴി പഠിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പേന എടുക്കാതെ ചെയ്യാനുള്ള ആ ഒരു ബേസ് കിട്ടുന്നത് ആ ഒരു ഡീറ്റെയിൽഡ് വഴിയിൽ നിന്നാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് പറഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പേന എടുക്കാതെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചിലവർ വന്ന് പഠിപ്പിക്കുമ്പോൾ പെൻ ഫ്രീ മെത്തേഡ് പറയും, ഓക്കെ ആയിക്കോട്ടെ, പെൻ ഫ്രീ മെത്തേഡ് പറയും, പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. എങ്കിലേ വേറൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു കാര്യം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ക്ലാസ്സുകളും ബാക്കിയുള്ള ക്ലാസ്സുകളും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് പറയാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് തോന്നുന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ നിന്നും ചേഞ്ച് തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഡിവൈഡ് 1250 mm ABC, എയും ബിയും സിയും ഉണ്ട്. സോ ദാറ്റ് A gets 2/9 of B share ആൻഡ് C gets 3/4 of A share. അപ്പം ഇനി ബേസിക് മെത്തേഡ് എന്താ, അതിൻ്റെ ബേസിക് മെത്തേഡ് ഒന്നും വേണ്ട, എനിക്ക് നോക്കി തന്നെ ചെയ്യാൻ പറ്റും. 1250 കൂട്ടുമ്പോൾ 1250 കിട്ടുന്ന ഓപ്ഷൻ നോക്കുക. ഓക്കെ, ഇതെല്ലാം 1250 ഇത് 1275, ഇതല്ല ഓപ്ഷൻ D അല്ല കൂട്ടുമ്പോൾ. പിന്നെ ABC യുടെ റേഷ്യോ, A gets 2/9 of B share, അതായത് B 9 ആണെങ്കിൽ A എത്രയാണ്, 2 ആണ്. അപ്പോൾ 9 ആണെങ്കിൽ 2 വരുന്ന ഓപ്ഷൻ ഇതേ ഉള്ളൂ, ഓപ്ഷൻ B ഉള്ളൂ. ബിയും ഡിയും ഉണ്ട്. ഇപ്പോൾ ഡിയിൽ മൊത്തം കൂട്ടുമ്പോൾ എന്തില്ല, 1250 ഇല്ല, ഓപ്ഷൻ B എന്ത് ചെയ്യും, ഞാൻ മാർക്ക് ചെയ്യും. അപ്പോൾ അതെങ്ങനെ ചെയ്തെന്ന് ഞാൻ പറയാം. അത് ഞാൻ ആ ബേസിക് മെത്തേഡ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് മെത്തേഡ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡീറ്റെയിൽഡ് മെത്തേഡ് എന്താ ചെയ്യുന്നത്, AB പിന്നെ Cയും Aയും. ഓക്കെ, ഇപ്പോൾ Aയും Bയും തമ്മിലുള്ള റിലേഷൻ. ഈ ബേസിക് മെത്തേഡ് നിങ്ങളടുത്ത് ചെയ്യാനല്ല പറയുന്നത്, മനസ്സിലാക്കാനാണ് പറയുന്നത്. Aയും Bയും തമ്മിലുള്ള റിലേഷൻ എന്താ വരുന്നത്, A gets 2/9 of B share, 2/9. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സാധനം B ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അതായത് B 9 ആണെങ്കിൽ 9ന്റെ 2/9, 9 വെട്ടിപ്പോയി 2 ആർക്ക് കിട്ടുന്നത്, Aക്ക് കിട്ടുന്നത്. അപ്പോൾ Aക്ക് എന്ത് കിട്ടും, 2 കിട്ടും. അപ്പോൾ ഡിനോമിനേറ്ററുള്ള സാധനം എന്ത് ചെയ്താൽ മതി, ഓഫ് കഴിഞ്ഞ് വരുന്ന വാല്യൂവിന് ഡിനോമിനേറ്ററിൽ വാല്യൂ കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ റേഷ്യോ എഴുതാൻ പറ്റും. ഈ C gets 3/4 of A share, അതായത് 1250 രൂപയെ എന്ത് ചെയ്യുവാണ്, അവർ ഡിവൈഡ് ചെയ്യുവാണ്. ടോട്ടൽ 1250 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ C gets 3/4 of A share എന്ന് പറഞ്ഞാൽ C 4 കൊടുത്തു കഴിഞ്ഞാൽ 4ന്റെ 3/4. സോറി A 4 കൊടുത്തു കഴിഞ്ഞാൽ കാര്യം A കൊടുക്കണ്ട. എന്തുകൊണ്ടാണ്, ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന ആരാണ്, A ആണ്. ഓക്കെ, അപ്പോൾ A 4 യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ 3/4, എയുടെ 3/4 ആണ് കിട്ടുന്നത്, C കിട്ടുന്നത് എത്ര, 3 × 4/3 പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 × 3/4 കഴിയുമ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പോൾ C/A നമുക്ക് എന്ത് കിട്ടി, 3/4 കിട്ടി. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഇവിടെ A ഇവിടെ 2 എന്ന് പറയുന്നു, A ഇവിടെ 4 എന്ന് പറയുന്നു. ഇതും ബേസിക് മെത്തേഡാണ്. ഇതും എന്താണ്, ബേസിക് മെത്തേഡാണ്. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ്, ഞാൻ ചെയ്ത മെത്തേഡാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ 2 എന്ന് പറയുന്നു, ഇവിടെ 4 എന്ന് പറയുന്നു. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റേഷ്യോ എന്ത് ചെയ്യാം, ഈ 2നെ 4 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, 2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യണം, 2നെ എന്ത് ചെയ്യണം, 2 വാല്യൂവിനെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് A/B/C, Aക്കും Bക്കും Cക്കും കിട്ടുന്ന പൈസയുടെ ആ ഒരു അളവ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 ഇവിടെ 4 ആയി, ഇവിടെ എന്തായി, 4 ആയി. ഓൾറെഡി 4 തന്നെയാണ്. ഇവിടെ ഒന്നും ചെയ്യേണ്ട, ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഒന്നും ചെയ്യേണ്ട. 2 × 9 എന്തായി, B 18 ആയി. ഇവിടെ എന്താണ്, C എത്ര തന്നെയാണ്, 3 തന്നെയാണ്. അപ്പോൾ 4:18:3 ആണ് ഇവരുടെ
ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. അതായത് എന്താ, 1250 രൂപയെ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്ക് 4 യൂണിറ്റാണ് കിട്ടുന്നതെങ്കിൽ ബിക്ക് 18 രൂപയാണ്, അല്ലെങ്കിൽ 18 യൂണിറ്റ് ആണ്, സിക്ക് 3 രൂപയാണ്. നമ്മുടെ അടുത്ത് പറയുന്നു 4ഉം 18ഉം 3ഉം എത്രയാണ്, 22ഉം 3ഉം 25 യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 25 യൂണിറ്റിന് പകരമാണ് നമുക്ക് തന്നിട്ടുള്ള എത്ര, ഒറിജിനൽ വാല്യൂ. അപ്പോൾ എപ്പോഴും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരുവാണ്, നമുക്ക് റേഷ്യോയിൽ ഒരു വാല്യൂ കിട്ടും. റേഷ്യോയിൽ ഒരു വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒറിജിനൽ വാല്യൂ, ഇതാണ് നമ്മുടെ ഒറിജിനൽ വാല്യൂ, ക്വസ്റ്റിന് തന്നിട്ടുള്ള ആ ഒരു ഒറിജിനൽ വാല്യൂ, അതിനെ നമ്മൾ റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി. അപ്പോൾ റേഷ്യോയെ ഒറിജിനലായിട്ട് എന്ത് ചെയ്യുവാണ്, നമ്മൾ കമ്പയർ ചെയ്യുവാണ്. ഇപ്പോൾ 25ൻ്റെ റേഷ്യോയിൽ 25ൻ്റെ വാല്യൂ, റേഷ്യോയ്ക്ക് വേണമെങ്കിൽ ഞാൻ വട്ടം ഇടാം. റേഷ്യോയിൽ 25ൻ്റെ വാല്യൂ ആണ് 1250. നമുക്ക് എത്രൻ്റെ വാല്യൂ വേണ്ടുന്നത്, ഓക്കെ, ഇതിനെ എല്ലാവരുടെയും എയുടെയും ബിയുടെയും സിയുടെയും എന്ത് വേണം, ഷെയർ വേണം. ഇത് ബേസിക് മെത്തേഡാണ്. ഇപ്പോൾ ഒന്നിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 25, റേഷ്യോയിൽ 25 1250. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 125/25 5 കിട്ടും, 50 കിട്ടും. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 50 ആണ്. ഓക്കെ, അപ്പോൾ 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 × 50 200. 18 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 18 × 50 18 5 90 900 എന്ന് വരും. 3 × 50 150. അപ്പോൾ ഇതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്, 200 900 150, 200 900 150, 200 900 150. അതായത് 25ൻ്റെ വാല്യൂ കൊണ്ട് തന്നിട്ടുള്ളത് 1250. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഒന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 കൊണ്ട് വിളിച്ചേക്കുന്നത്. ഒരു യൂണിറ്റ് വെട്ടിക്കളഞ്ഞ സ്ഥാനം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 50 ആയിരുന്നു. അപ്പോൾ 200 900 150. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ ബേസിക് മെത്തേഡാണ്, എല്ലാവരും ചെയ്യുന്ന മെത്തേഡാണ്, എല്ലാവരും ചെയ്ത് സമയമെടുത്ത് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പം നമുക്ക് ഇതാണോ വേണ്ടുന്നത്, അല്ല. നമ്മളെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ട്രിക്ക് ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ട്രിക്ക് എന്ന് പറയാം. കാര്യം അറിഞ്ഞാൽ മാത്രമേ അവിടെ ട്രിക്ക് ഉണ്ടാവത്തുള്ളൂ, അല്ലാതെ പഠിക്കുന്ന ട്രിക്കൊന്നും എന്തല്ല, ട്രിക്കല്ല. ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നമുക്ക് ഏതെങ്കിലും രണ്ടിൻ്റെ റേഷ്യോ നോക്കാം. എ ഗെറ്റ്സ് 2/9 ഓഫ് ബി ഷെയർ. ഇപ്പം നിങ്ങളിത് ഫസ്റ്റായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പം A:B, A/B എന്ന് പറഞ്ഞാൽ 2/9 എന്ന് കിട്ടണമെന്നില്ല. എ ഈക്വൽ ടു, എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2/9 ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷന് ബി ആണ്. ഇപ്പോൾ A/B എന്ന് പറഞ്ഞാൽ 2/9 ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ബിക്ക് 9 ആണെങ്കിൽ എക്ക് എത്രയാണ്, 2 ആണ്. ഇപ്പോൾ എക്ക് 2 യൂണിറ്റ് ആണെങ്കിൽ ബിക്ക് 9 ആണ്. ഇപ്പോൾ ഇവിടുത്തെ റേഷ്യോ നോക്കുക, ഓപ്ഷൻ എയിലെ ഏതെങ്കിലും ഒരു റേഷ്യോ നോക്കിയാൽ മതി. 200 800 2 കിട്ടുമ്പോൾ 2:8, അതായത് 1:4 ആണ്. നമുക്ക് 1:4 അല്ല വേണ്ടുന്നത്, ഇവിടെ 2:9 വരുന്നത്, 2 0 കളയുമ്പോൾ. ഇവിടെ 150 800 ഒരിക്കലും എന്തല്ല, 15 8 ഒരിക്കലും 2:9 അല്ല. പക്ഷേ ഇവിടെ എന്താണ് 2:9. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നു. ഇവിടെ നമ്മുടെ രക്ഷിക്കാനുണ്ട്, നമ്മുടെ കാൽക്കുലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നിട്ടുള്ള ഡേറ്റ ഉണ്ട്. എത്ര രൂപയുള്ളത്, 1250 രൂപയുള്ളത്. ഇവിടെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എക്കും ബിക്കും സിക്കും കൂടെ കൂട്ടുമ്പോൾ എന്താവണം, ടോട്ടൽ 1250 രൂപ എന്താവണം, കവർ ആവണം. ഇവിടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും, 200 900 1200 150 1250 വന്നു. പക്ഷെ ഇവിടെ എന്തില്ല, ഇവിടെ 75 വന്നുള്ളൂ. കാര്യം ഇത് റേഷ്യോ സെയിം ആണ്, രണ്ടും സെയിം വാല്യൂസ് ആണ്. അതുകൊണ്ട് ഈ വാല്യൂ ചേഞ്ച് ആയില്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ എന്തായി പോകും, സെയിം ആയി പോകും. അങ്ങനെയുള്ള ഏത് ഓപ്ഷനുള്ള, ഓപ്ഷൻ ബി ആവുള്ളൂ. ഇത് ഇത്രയും ചെയ്യുന്നതാണോ, അപ്പോൾ ഇതും എനിക്ക് എന്ത് ചെയ്യാം, ഈ ചെയ്യുന്ന കാര്യം നമുക്ക് സ്പീഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബേസിക് ആയതുകൊണ്ടാണ് ഇത്ര സ്പീഡ് കുറച്ച് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെവൽ ക്വസ്റ്റ്യൻസ് ക്ലാസ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്പീഡും ക്വസ്റ്റിൻ്റെ ലെവലും എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. പക്ഷേ ഫസ്റ്റ് ക്ലാസ് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് ക്ലാസ് ഇത് കാണാത്ത ആൾക്കാർ എന്ത് ചെയ്യും, ഇടയ്ക്ക് നിന്ന് വന്ന് കയറും. ഇടയ്ക്ക് നിന്ന് കേട്ടിട്ട് പറയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും എന്ത് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. മനസ്സിലാവുന്നില്ല കമൻറ്റിൽ പറയുവാണെങ്കിൽ അവരുടെ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ആദ്യത്തെ ക്ലാസ് പോയി നന്നായിട്ട് കണ്ടിട്ട് വരാൻ പറയണം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്ക്, ഇനി ഇത് അല്ലാതെ സ്പീഡ് ചെയ്യുന്നതിനാ 2:9 3:1 അത് എഴുതേണ്ടി വരും. 4 ആക്കി ബാക്കി എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ സ്പീഡ് ചെയ്യുക, അതായിരിക്കും പരിപാടി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ എ ഫേം ദ റേഷ്യോ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ തന്നിട്ടുണ്ട് 4:5. അപ്പോൾ ഈ റേഷ്യോ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, അവർ ആണുങ്ങൾ 4 യൂണിറ്റ് ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ എത്ര യൂണിറ്റ് ഉണ്ട്, 5 യൂണിറ്റ് ഉണ്ട്. 4 ആണെങ്കിൽ 5 ആണ്, 8 ആണെങ്കിൽ 10 ആണ്, 12 ആണെങ്കിൽ 15 ആണ്, 400 ആണെങ്കിൽ 500 ആണ്. അതാണ് എൻ്റെ ആ റിലേഷനാണ് റേഷ്യോ എന്ന് പറയുന്നത്. ദ ഫേം ഡിസൈഡഡ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് മെയിൽസ് ബൈ 80% ആൻഡ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് ബൈ 60%. ഇപ്പോൾ ഇൻക്രീസ് ചെയ്യണം, അവർ എന്താണ്, കൂട്ടുവാണ്. വാട്ട് വിൽ ബി ദ ന്യൂ റേഷ്യോ ഓഫ് മെയിൽ മെമ്പേഴ്സ് ടു ഫീമെയിൽ മെമ്പേഴ്സ് ഇൻ എ ഫേം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇതെന്താണ്, ഫസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞതായിരിക്കും 4. ഞാനിത് സ്പീഡ് ചെയ്യുവാണെങ്കിൽ 4നെ ഇൻക്രീസ് ചെയ്യുകയാണ് ബൈ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് ഒന്ന് അറിയേണ്ടി വരും. പെർസെൻറ്റേജിൻ്റെ ക്ലാസ് നമ്മുടെ ഏകലവ്യ ബാച്ച് കിടപ്പുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അടുത്ത ചാപ്റ്റർ പെർസെൻറ്റേജ് ആണ്. നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്താലും മതി, മനസ്സിലാക്കിയാലും മതി. ഇപ്പോൾ ഇവിടെ റേഷ്യോയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാം. അപ്പോൾ 4നെ ഇത്രയാണ്, ഞാനിത് പേന എടുക്കാതെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കിട്ടും. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ബേസിക് ആയിട്ടുള്ള മെത്തേഡ് പറയാം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. പെർസെൻറ്റേജിൻ്റെ ക്ലാസ് നമ്മുടെ ചാനൽ ഓൾറെഡി ഏകലവ്യ ബാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകലവ്യ ബാച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയുള്ള, റെയിൽവേക്കും SSCക്കും എല്ലാത്തിനും വേണ്ടിയുള്ളതാണ്, കംപ്ലീറ്റ് ആണ്. പക്ഷേ അതെനിക്ക് റെയിൽവേക്ക് മാത്രമായിട്ട് തീർക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് സെപ്പറേറ്റ് തുടങ്ങിയത്. അപ്പോൾ മെയിലിൻ്റെ ഫീമെയിലിൻ്റെ റേഷ്യോ എന്നാണ് 4:5 ആണ്. അപ്പോൾ മെയിൽ എന്ത് ചെയ്തു, 80% ഇൻക്രീസ് ചെയ്തു.
ഒരു സാധനം 80% ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, അത് അതിൻ്റെ 180% ആവുകയാണ്. അപ്പോൾ അത് ഏകലവ്യ ബാച്ചിൽ ഫസ്റ്റ് 3 ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ബേസ്, എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലാവും. അപ്പം 4 എന്ന് പറഞ്ഞാൽ 4ൻ്റെ 100% ഇരിക്കുവാണ്. 100% എന്ന് പറഞ്ഞാൽ 1 ആണ്. അതൊക്കെ ആ ഒരു പെർസെൻറ്റേജിൻ്റെ ബേസിക് ക്ലാസ് കാണണം കേട്ടോ നിങ്ങളെല്ലാവരും. ഏകലവ്യ ബാച്ച് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 4 എത്രയായി, 80% കൂടി 4ൻ്റെ 180% റേഷ്യോ 5 എന്ന് പറഞ്ഞാൽ 5 എന്തായി, അത് ഫീമെയിൽ എന്തായി 60% കൂടി. 60% കൂടി എന്ന് പറഞ്ഞാൽ എന്തായി, 5 എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ 100% കിടക്കുക. എത്രയായി, 160% കോമൺ ആയിട്ടുള്ള പെർസെൻറ്റേജ് വെട്ടിക്കളഞ്ഞു. പുതിയ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. ഇത് പേന എടുക്കാതെ ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. ഈ 0 വെട്ടിക്കളഞ്ഞു, 2 വെച്ച് കിട്ടുമ്പോൾ 9 കിട്ടി, ഇവിടെ 2 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 8 കിട്ടി, ഈ 4 വെച്ച് ഇതിന് കിട്ടുമ്പോൾ എന്ത് കിട്ടി, 2 കിട്ടി. 9:10 എന്ന് എന്ത് കിട്ടി, ആൻസർ കിട്ടി. ഓക്കെ, ഹാപ്പിയായി. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ ചെയ്യേണ്ട, ഇത് നിങ്ങളുടെ കാൽക്കുലേഷൻ ആണ്. ഇപ്പോൾ 80% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 80% 4/5 ആണ്. അപ്പോൾ 1 + 4/5 9/5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 9/4 ഉണ്ട്, 1 + 4/5 1 + 4/5 എന്ന് പറഞ്ഞാൽ 9/5. അപ്പോൾ 9/5 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ 4 × 9/5 ഇവിടെ വരും. ഇനി 5 എന്തായി, ഇൻക്രീസ് ബൈ 60%. 60% 3/5 ആണ്. അപ്പോൾ 8/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 + 3/5 8/5 5 × 8/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതും വെട്ടിപ്പോയി, ഇതും പോയി, 5 2 10. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ ആണ്. ഇങ്ങനെ ഇതെന്ത് ചെയ്യാം, ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇതിനകത്ത് വേറെ ഇപ്പം ചെയ്യേണ്ട ഓപ്ഷൻ ബി എന്ത് ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ട് തരാം. നിങ്ങൾ എല്ലാവരും സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എനിക്ക് തരണം. അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകളാണ് നമ്മൾ തരാൻ പോകുന്നത്. നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പറയാം. 1 മണിക്കൂറുള്ള ക്ലാസ്സുകൾ ഞാൻ തരാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് തന്ന് ആവണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കുറച്ചാക്കുന്നത്. പക്ഷെ എനിക്കത് എന്താണ് ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റോളം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഹോംവർക്കിന് ആൻസർ പറയാം. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് നിർത്തുന്നത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 20% 40% ഒക്കെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ഏകലവ്യ ബാച്ചിൻ്റെ ക്ലാസ് കണ്ട് ചെയ്യാം. കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പെർസെൻറ്റേജ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനോടെ എന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും ഹോംവർക്കായിട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും കാണുക, എത്ര തവണ വേണമെങ്കിലും കാണാം. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഗുണം അതാണ്. കാണുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഫീഡ്ബാക്ക് അത് കമൻ്റായിട്ട് പറയുക. നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് പറയുക. ഓക്കെ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ നോട്ട്സ് ഞാൻ അയക്കുന്നതായിരിക്കും. CGL-നൊക്കെ വേണ്ടിയുള്ള ലൈവ് മോക്കിൻ്റെ സൊല്യൂഷനും അന്ന് എവിടെയും നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി സൊല്യൂഷൻസ്, പേന എടുക്കാനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.